ഐപിഎല്ലിലെ ത്രില്ലർ പോരാട്ടത്തിൽ കൊൽക്കത്തയെ തകർത്തെറിഞ്ഞ് ആവേശവിജയം സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസ്. 224 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്നിറങ്ങിയ രാജസ്ഥാൻ അവസാന പന്തിനാണ് ലക്ഷ്യം കണ്ടത്. സെഞ്ചുറി പ്രകടനത്തിലൂടെ രാജസ്ഥാനെ വിജയത്തിലെത്തിച്ച ജോസ് ബ്രോട്ടനാണ് കളിയിലെ താരം. ഈഡൻ ഗാർഡൻസിൽ രാജസ്ഥാൻ മറുകാറ്റ് ആഞ്ഞടിച്ചപ്പോൾ കൊൽക്കത്തയ്ക്കും പിടിച്ചു നിൽക്കാനായില്ല. രാജസ്ഥാൻ റോയൽസിനെതിരെ 2 വിക്കറ്റിന്റെ പരാജയമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏറ്റുവാങ്ങിയത്. ടോസ് ലഭിച്ച കൊൽക്കത്തയെ ബാറ്റിംഗിന് അയച്ച രാജസ്ഥാൻ നായകൻ സഞ്ജുവിൻ്റെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടുകൊണ്ടാണ് കൊൽക്കത്ത തുടങ്ങിയത്. വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ സെഞ്ചുറി പ്രകടനം പുറത്തെടുത്ത സുനിൽ നരൈൻ 223 എന്ന കൂറ്റൻ സ്കോറാണ് രാജസ്ഥാന് മുന്നിൽ പടുത്തുയർത്തിയത്. 56 പന്തുകളിൽ നിന്ന് 109 റൺസാണ് നരൈൻ അടിച്ചുകൂട്ടിയത്. ആംക്രിഷ് രഘുവംശിയും റിങ്കു സിംഗും മികച്ച ഇന്നിംഗ്സുകളുമായി നരൈന് പിന്തുണ നൽകി. മറുപടി ബാറ്റിങ്ങിൽ തകർച്ചയോടെയാണ് രാജസ്ഥാൻ തുടങ്ങിയത്. ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെയും നായകൻ സഞ്ജു സാംസണിനെയും വേഗം തന്നെ രാജസ്ഥാന് നഷ്ടപ്പെട്ടു. റിയാൻ പരാഗ് പൊരുത്തി നോക്കിയെങ്കിലും താരത്തിൻ്റെ ഇന്നിംഗ്സിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു വശത്ത് വിക്കറ്റ് പോകുമ്പോഴും മറുവശത്ത് ഉലയാതെ പിടിച്ചുനിന്ന ജോസ് ബട്ട്ലർ ടീമിൻ്റെ സ്കോർ പതിയെ ഉയർത്തി. റോഹ്മാൻ പവലിനോടൊപ്പം 7ാം വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും താരം പടുത്തുയർത്തി. പക്ഷേ ഒരു വശത്ത് റൺസ് ഉയരുന്നുണ്ടെങ്കിലും മറുവശത്തെ വിക്കറ്റ് പൊഴിയുന്നത് രാജസ്ഥാന് തിരിച്ചടിയായി. അവസാനം ടീമിൻ്റെ ഭാരം സ്വന്തം ചുമലിലേറ്റിയ ജോസ് ബട്ട്ലർ സെഞ്ചുറി പ്രകടനത്തിലൂടെ രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചു. IPLലെ തന്നെ ഏറ്റവും ഉയർന്ന റൺസ് പിന്തുടർന്നുള്ള വിജയം കൂടിയാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. ഈ സീസണിലെ ജോസ് ബട്ട്ലറിൻ്റെ 2ാം ശതകം കൂടിയാണ് കൊൽക്കത്തയ്ക്കെതിരെ പിറന്നത്. വിജയത്തോടെ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനം നിലനിർത്തി. സ്പോർട്സ് ഡെസ്ക്, ജനം.